അനശ്വര രാജൻ. സന്തോഷായില്ലേ? എല്ലാരും കൂടി കളിക്കിച്ചിട്ട് നമുക്ക് സമാധാനം കാണും. ചിരിച്ചു, എല്ലാരും ചിരിച്ചു, ഞാൻ കണ്ടതാ. 2017 ഉദാഹരണം സുജാത എന്ന സിനിമയിൽ മഞ്ജു വാര്യരുടെ മകളായി അഭിനയിച്ചുകൊണ്ട് മലയാള സിനിമാ രംഗത്ത് തുടക്കം കുറിച്ചു. 2021 പുറത്തിറങ്ങിയ സൂപ്പർ ശരണ്യ സൂപ്പർ ഹിറ്റായി മാറി. കൂടാതെ പ്രണയവിലാസം, നീര്, അബ്രഹാം ഓസ്ലർ, ഗുരുവായൂർ, അമ്പലനടയിൽ എന്ന സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. തുടർന്ന് 2025 വരെ 20ൽ പരം മലയാള സിനിമകളിൽ വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയിച്ച് തന്റേതായ ഒരു സ്ഥാനം മലയാള സിനിമയിൽ നിലനിർത്തി. 2025 പുറത്തിറങ്ങിയ രേഖാചിത്രം എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമകളും ഹിറ്റായതോടെ അനശ്വര രാജന് കൈനിറിയ ചിത്രങ്ങൾ. കുറെ നേരായി കയറി ഉണ്ടാക്കുന്നു. ഇനി തൊട്ടാണല്ലോ തന്റെ കുഞ്ഞാണിയോട് പിടിക്കും. നീര് എന്ന മോഹൻലാൽ ചിത്രത്തിലെ അഭിനയത്തിന് വനിതാ ഫിലിം അവാർഡ്, ഫിലിംഫെയർ അവാർഡ്, സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡും ലഭിച്ചു.